നീ എന്താ ഇവിടെ? നിനക്കെന്താ കോങ്കണ്ണ് പിടിച്ചോ? ഞാൻ ഇവിടെ ഇരിക്കുന്നത്. നീയല്ല, അവൻ എങ്ങനെ ഇവിടെ? യവൻ ലോ ലവൻ. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് നമ്മുടെ ഈ മൗത്തിന്റെ കാര്യത്തിൽ ഒരു ചെറിയ ഓപ്പറേഷൻ കൂടെ ബാക്കിയുണ്ടെന്നുള്ളത്. അത് ആറ്റിങ്ങൽ രാമകൃഷ്ണന് തെറ്റില്ല മോനെ, ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ. പിന്നെ ഇതിനെല്ലാത്തിനും കാരണക്കാരനായിട്ടുള്ള പരമ മോന്റെ കാര്യം ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ആലോചിക്കാറുണ്ട്. ശനി കൊണ്ടേ പോവും. ആര് കൊള്ളും? ഞാൻ തന്നെ കൊള്ളും. ഞാൻ ആ വ്യക്തിയെപ്പറ്റി സംസാരിക്കേണ്ടെന്ന് ഓർത്തതാണ്. ഞാൻ ലാസ്റ്റ് ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത സമയത്ത് വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. ഞാൻ സോറി പറയണ്ട, എനിക്ക് ഇനി നിന്റെ സോറി വേണ്ട മോനെ, 8 നീ മടക്കി അങ്ങ് വെച്ചു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇനി സോറി പറയില്ല എന്നൊക്കെയാണ് ആ വേട്ടാവളിയൻ വെകിടൻ കിടന്ന് വിളിച്ചു കൂവിയത്. വെകിടന്റെ അടുത്ത് ഓൾറെഡി ഞാൻ പറഞ്ഞത് എനിക്കിനി സോറി വേണ്ട എന്നുള്ളതാണ്. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. പുള്ളിയെടുത്ത് ഇപ്പൊ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുമ്പോഴാണെങ്കിൽ ഞാൻ പല ഇന്റർവ്യൂസ് കണ്ടു, അതിനകത്ത് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി കുത്തയല്ലെന്നോ പുള്ളിക്ക് കുത്താൻ അറിയത്തില്ലെന്നൊക്കെയാണ് പുള്ളി കിടന്ന് പറയുന്നത്. പുള്ളിയെടുത്ത് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഹൗസിൽ വെച്ചിട്ടാണെങ്കിലും പുറത്ത് വെച്ചിട്ടാണെങ്കിലും പുള്ളി പറയുന്നത് അച്ഛൻ 50 അച്ഛൻ 50 അച്ഛൻ 50 എന്നാണ്. ഫ്ലാഷ് ബാക്ക്. എന്താണ് ആ മാങ്ങാത്തുരിയൻ എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത് എനിക്കറിയില്ല. അപ്പോൾ 50 അച്ഛനുള്ള ആൾക്ക് നമുക്കൊന്നും പ്രത്യേകിച്ച് പറയാൻ വേണ്ടി പറ്റില്ല, കാരണം നമുക്കൊക്കെ ഒന്നാണ്, പക്ഷെ പുള്ളിക്ക് അത് 50 ആണ്. അപ്പോൾ വേണ്ട സാർ, വിവരമുള്ളവർ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് വിവരമില്ലാത്ത സാർ എന്തിനാ മറുപടി പറയാൻ പോകുന്നത്? എന്റെ ഡാഡി പറഞ്ഞാലുണ്ടല്ലോ ഒറ്റടത്തിനെ പറഞ്ഞു വിടില്ലട്ടാ. 1-2 നമുക്ക് തപ്പി പിടിക്കാന്ന് വിചാരിക്കാം. ഇതിപ്പോ നമ്മൾ മാട്രിമണി വല്ലം ഈ വിവാഹം കഴിക്കാൻ രജിസ്റ്റർ ചെയ്യുന്ന പോലെ ബാക്കി 50 പേരെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ട അവസ്ഥയാണ്. അപ്പൊ നമ്മുടെ വീട്ടുകാരെയും കോണ്ടാക്ട് ചെയ്യാതിരുന്നു കൊണ്ടാണ് എനിക്ക് ആ ചെറ്റയോട് അത്രയും ദേഷ്യമൊക്കെ ഉണ്ടായത്. റിവേഴ്സ് പോകുമ്പോ ആ കണി ഞാൻ ഒന്ന് കണ്ടേക്കട്ടാ. എന്തിന്? കഷ്ടകാലം ആരംഭിച്ചോന്ന് അറിയാലോ. ഈ വിളി കേട്ട് എന്റെ കാതുകൾ തടംപിച്ചിരിക്കുകയാണ്. സോറി സുഹൃത്തെ. ഞാനത് കേസ് കൊടുക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വാക്ക് ഇപ്പോഴും പാലിക്കുന്നു, കാരണം എനിക്ക് തന്ത ഒന്നേ ഉള്ളൂ, അല്ലാണ്ട് ആ പറയപ്പെടുന്ന വ്യക്തിയെ പോലെ അച്ഛൻ 50 എനിക്കില്ല. എനിവേ, അപ്പോ 50 അച്ഛനുള്ള ആൾക്ക് ഇനി മേലെ ഇമാതിരി പരിപാടി ആരോടും ചെയ്യാതിരിക്കുക. ഒന്നും വേണ്ടായിരുന്നു, വെറുതെ തെറി കിട്ടും. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.